എക്കോക്സി സെറ്റിംഗ്സിൽ ജനറൽ ഹെഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഒന്നാണ് ഇൻവോയ്സ് ടെംപ്ലേറ്റ്. ഈ ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നത് എക്കോക്സിയിൽ ഉള്ള ഓരോ ഇൻവോയ്സിൻ്റെയും ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവോയ്സ് ടെംപ്ലേറ്റ് പേജാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു പേജിൽ എക്കോക്സിയിൽ ഏതൊക്കെ ഫോമിനാണോ ഇൻവോയ്സ് യൂസ് ചെയ്യുന്നത് ആ ഫോമിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതുപോലെ ഓരോ ഫോമിനും ആവശ്യമായിട്ടുള്ള ഇൻവോയ്സ് ടെംപ്ലേറ്റ് വ്യൂ ചെയ്യാനും ഫോർമാറ്റ് സേവ് ചെയ്യാനും എല്ലാം ഈ ഒരു പേജിൽ തന്നെ സാധിക്കും. ഫസ്റ്റ് വരുന്നത് ഇൻവോയ്സസ് എന്ന ഹെഡിൽ സെയിൽസ് ഇൻവോയ്സ് ആണ്. സെയിൽസ് ഇൻവോയ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഇൻവോയ്സ് ടെംപ്ലേറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പ്രിവ്യൂ ചെയ്യണമെങ്കിൽ പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു വ്യൂവിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് സെക്കൻഡ് ഫോമും നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഏത് ഓപ്ഷനാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മാർക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഫോമിൻ്റെയും ഇൻവോയ്സ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാനും സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെയിൽസ് ഇൻവോയ്സ് പോലെ തന്നെ ക്രെഡിറ്റ് നോട്ട്സ്, പർച്ചേസ്, ഡെബിറ്റ് നോട്ട്സ്, ഡെലിവറി നോട്ട് അങ്ങനെ എക്കോക്സിയിൽ യൂസ് ചെയ്യുന്ന ഓരോ ഫോമിൻ്റെയും ഇൻവോയ്സ് ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇൻവോയ്സ് ടെംപ്ലേറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.